എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും വോട്ടൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ജൂൺ 4 അറിയാം. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം ലീവ് എടുത്തിട്ട് നാട്ടിൽ പോയി വന്നതാണ്. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ സ്വദേശം പാലക്കാടാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പാലക്കാട് ലുലു മാൾ വന്നിട്ടുണ്ട് എന്ന് കുറേ ആയി കേൾക്കുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞു മാളാണ് കേട്ടോ, നമ്മുടെ ഇവിടെ തൃശ്ശൂരോ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ലുലു മാൾ പോലെയൊന്നും അല്ല. തൃശ്ശൂർ ലുലു മാൾ ഇല്ലല്ലോ അല്ലേ, ശോഭ സിറ്റിയാണ്. സോ കൊച്ചിയിലുള്ള ലുലു മാൾ പോലെയൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അതിൻ്റെയൊക്കെ ഒരു 10-1 മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞു മോള് പാലക്കാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഞാനും സാറിനും കൂടി ഒന്ന് വെറുതെ പോയി. അപ്പോൾ ചെന്ന ഉടൻ തന്നെ അവിടെ റീഡേഴ്സ് ഫോറത്തിൽ DC ബുക്സിന്റെ ഒരു ബുക്ക്, അവർ കുറേ ബുക്കുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. ഭയങ്കര ബെസ്റ്റ് സെല്ലറാണ്. ഇപ്പം എല്ലാവരും അത് നല്ലൊരു റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. നോക്കുമ്പോൾ അത് വാങ്ങി. അപ്പം അതിൻ്റെ കൂടെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഈ ഒരു ബുക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിംന വിജയ് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി എഴുതിയ ബുക്കാണ്. ഇപ്പം നല്ല ബെസ്റ്റ് സെല്ലറായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാവരും ഈ ബുക്ക് കൂടി വാങ്ങിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ ഞാൻ ഈ ഒരു ബുക്ക്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്, ഞാൻ ആക്ച്വലി ഈ ബുക്കിനെ പറ്റിയിട്ട് എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു വേഗ് മെമ്മറി ഉണ്ട്. നല്ല ബുക്കാണെന്ന് 1-2 പേര് പറഞ്ഞ ഒരു റിവ്യൂ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ടു ബി ഫ്രാങ്ക് പോയത്. പക്ഷെ ഇത് വാങ്ങി എന്തായാലും. അങ്ങനെ ആ പയ്യൻ പറഞ്ഞതുകൊണ്ട് ഇതുകൂടി വാങ്ങി. ഞാൻ ആദ്യം വായിച്ചത് ഇതാണ്. ആക്ച്വലി റാം കെയർ ഓഫ് ആനന്ദി ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഈ ഒരു ബുക്കാണ് വായിച്ചത്. സോ നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. സാധാരണ ഞാൻ ബുക്ക് റിവ്യൂസ് ഞാൻ ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന ഒരു പുസ്തക പുഴുവൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു ആവിഡ് റീഡറൊന്നും അല്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു താല്പര്യം തോന്നുന്ന ബുക്കുകൾ വായിച്ച് ഞാൻ വായിക്കാറുണ്ട്. സോ ഈ ഒരു ബുക്കിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്, അതിന്റെ ടൈറ്റിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അല്ലേ. നിന്നെ എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു നല്ല ഒരു ഫീൽ ഗുഡ് റീഡിംഗ് ആണ് എനിക്ക് അത് സമ്മാനിച്ചത്. എന്താ വെച്ചാൽ വായിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ തോന്നി. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മളൊക്കെ നമ്മളോട് തന്നെയുള്ളൊരു ഇഷ്ടം. അതിൽ നിന്ന പറയുന്നുണ്ട് അതിൻ്റെ ആമുഖത്തിൽ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരുടെ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 പേരുടെ, 10 പേരുടെയൊക്കെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എത്ര പേര് പറയും എന്നുള്ളത്. അത് ഭയങ്കര റെലവെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ പേര് നിങ്ങൾ എത്ര പേര് പറയും? ഡെഫിനറ്റ്ലി ചിലപ്പോൾ എന്നോട് ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുക എൻ്റെ പാപ്പു, എൻ്റെ അച്ഛൻ, എൻ്റെ സരിൻ, അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4-5 പേരുടെ പേരായിരിക്കും ഞാൻ പറയുക. അതിലൊരിക്കലും സൗമ്യ എന്ന് പറയുന്ന എൻ്റെ പേര് ഞാൻ പറയുമായിരിക്കില്ല. അത് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നമ്മൾ സ്വയം ഇഷ്ടപ്പെടണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ നമ്മളാണ് ആദ്യം വേണ്ടത് എന്ന് പറയുന്ന ആ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പേര് ആ ലിസ്റ്റിലേക്ക് നമുക്ക് വരാത്തത്. സോ അത് തന്നെയാണ് ഈ ഒരു ബുക്ക്. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, ഒരു കഥയാണ്. പക്ഷെ ആ കഥയുടെ അവസാനം ഒരു പെൺകുട്ടി എങ്ങനെയാണ് നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെയാണ്. അത് നമ്മളൊക്കെ എന്താ ചെയ്യുക, ഈ കസ്തൂരിമാനെ പറഞ്ഞ പോലെയാണ് അല്ലെ. കസ്തൂരിമാൻ എന്താ ചെയ്യുക, കസ്തൂരിമാനിന്റെ ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ആ കസ്തൂരിയും ആ മണമൊക്കെ. പക്ഷെ ഈ മാൻ എന്താ ചെയ്യാത്ര അറിയോ, ഈ മണം വേറെ പുറത്ത് എവിടെയോ ആണ് എന്ന് കരുതി അത് ഇങ്ങനെ തെരഞ്ഞു നടക്കും അല്ലെ. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്, ഞാനും നിങ്ങളും ഒക്കെ. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന സന്തോഷം തിരിച്ചറിയാതെ നമ്മുടെ സന്തോഷം വേറെ പലരിലും ആണെന്ന് കരുതി, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഇങ്ങനെ നടക്കും. അപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെയിലല്ല. നമ്മൾ ആ താക്കോല് വേറെ ആർക്കൊക്കെയോ കൊടുത്തിരിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഭർത്താവാം, നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, നമ്മുടെ മക്കളാവാം, സഹോദരങ്ങളാവാം. അങ്ങനെ പല ആളുകളുടെ കയ്യിലാണ് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ, ഈ പറയുന്ന ആളുകളിൽ ആര് വിചാരിച്ചാലും നമ്മുടെ സന്തോഷത്തിനെ തകർക്കാൻ സാധിക്കും അല്ലേ. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ്, അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് സങ്കടം, അല്ലെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെയല്ലല്ലോ എക്സ്പെക്ട് ചെയ്തത്, ഞാൻ അങ്ങനെയല്ലല്ലോ അങ്ങോട്ട് പെരുമാറിയത്, എന്നിട്ട് ഞാൻ അത്ര അങ്ങോട്ട് സ്നേഹിച്ചിട്ടും എന്താണ് അയാൾ എന്നോട് ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള 100 ചോദ്യങ്ങളുടെ പുറത്താണ് നമ്മുടെ ജീവിതം അല്ലെ. നമ്മുടെ സന്തോഷമൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള മറ്റു പലരുടെയും സ്വഭാവങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു പലരുടെയും റിയാക്ഷനുകളിലൊക്കെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ പലപ്പോഴും, അതാണ് അതിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ വെച്ചിരിക്കുന്നത്.
പക്ഷേ അത് പൂർണ്ണമായിട്ട് തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പം നമ്മളിൽ മാത്രം സന്തോഷം കണ്ടെത്തിയിട്ടൊന്നും ജീവിക്കാൻ, നമ്മൾ മനുഷ്യന്മാരല്ലേ അല്ലേ? നമുക്ക് സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമുക്ക് ഡെഫിനറ്റ്ലി സങ്കടം വരും. പക്ഷേ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ സന്തോഷം പൂർണ്ണമായും മറ്റുള്ളവരിലാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രശ്നം, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ താക്കോല് വേറെ ആരുടെയും കൈക്കൊണ്ടേ കൊടുത്ത പോലെയാണ്. നമുക്ക് അതിനൊരു സെക്യൂരിറ്റിയും ഇല്ല, നമ്മുടെ സന്തോഷത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ എനിക്ക് എന്നെ മാത്രമായിട്ട് സന്തോഷമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരവസ്ഥ അതുണ്ടാവുന്നില്ല. ബാക്കി പലരും എന്ത് ചെയ്താലും ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാവുന്ന ഒരു തുമ്മിയ തെറിക്കുന്ന മൂക്കെന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സംഭവമാവുകയാണ് നമ്മുടെയൊക്കെ സന്തോഷം. സോ നമുക്ക് സന്തോഷിക്കാനും അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ മനുഷ്യന്മാരാണ്, സ്നേഹിക്കാൻ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ സത്യമാണ്. മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറി നമുക്ക് വിഷമൊക്കെ വരും. പക്ഷേ ആത്യന്തികമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് അതിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. സോ എനിക്കത് വളരെയധികം, ഞാനെപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്, ഞാൻ മാക്സിമം പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അത് വായിച്ചപ്പോൾ പലർത്തും നമ്മൾ നമ്മളെ തന്നെ കാണുക എന്ന് പറയില്ലേ അല്ലേ? അതിലെ പല കഥാപാത്രങ്ങളും ഇയാൾ ഇങ്ങനെയാണല്ലോ, ഈ കഥാപാത്രം എന്നെ പോലെയാണല്ലോ എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. ഒരു കുഞ്ഞു നോവലാണ്, ഒരു കുഞ്ഞു കഥയാണ്, വളരെ സിമ്പിളായിട്ടൊരു കഥയാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ഒരു ബുക്ക് വാങ്ങി വായിച്ചോളൂ. എന്തായാലും നഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കണം അല്ലേ? നമ്മൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുക. നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സഹതപിക്കുക, നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് എംപതൈസ് ചെയ്യുക, നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഇറ്റ്സ് ഓക്കേ എന്നൊന്ന് പറയാം. നമ്മളെന്താ ചെയ്യുക? അത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കും അല്ലേ? അവൻ എൻ്റെ അടുത്തൊന്ന് സോറി പറയട്ടെ, അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ, അവൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ, അവൾ എന്നോട് ഓക്കെ എന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ആ സമാധാനിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ പലപ്പോഴും മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അതിന് പകരം ഒന്ന് സെൽഫ് ഹഗ് ചെയ്യുക, ഒന്ന് സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു മോശം മൂഡിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ വേറെ പലരും അത് ചെയ്യട്ടെ എന്ന് കാത്തിരിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച്, വേണമെങ്കിൽ ഒരു മിററിന്റെ മുമ്പിൽ പോയിട്ട് ഒന്ന് കരഞ്ഞോളൂ. നിങ്ങൾക്ക് സങ്കടം വരുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കരഞ്ഞോളൂ. പക്ഷേ ആ കരച്ചിലിന് ശേഷം നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയാം, സാരമില്ല, പോട്ടെ, ശരിയാവും, ഇറ്റ്സ് ഓക്കെ എന്നൊന്ന് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അത് വേറെ തന്നെയാണ്. ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഈ ഒരു ടെക്നിക്ക് എനിക്ക് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള എൻ്റെ ഒരു സൈക്കോളജിസ്റ്റാണ്. ഇങ്ങനെ ഒരു വിഷമം വരുന്ന സമയത്ത് സെൽഫ് സിമ്പത്തൈസ് ചെയ്യുക, സെൽഫ് എംപത്തൈസ് ചെയ്യുക. നമ്മളെ തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ തന്നെ ഒന്ന് മാറുക. അത് വേറെ പലരും ചെയ്യട്ടെ എന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നിരാശയാവും ഫലം അല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ വേറൊരാൾക്ക് അപ്പോൾ പെരുമാറാൻ പറ്റിക്കോളണം എന്നില്ല. അപ്പം എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെയാണ് അറിയുക അല്ലേ? സോ നമ്മൾ തന്നെ ഒരു രണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് മാറുക, നമ്മളും നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളും. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, നമ്മുടെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് മനസ്സിലാക്കി ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിച്ച് പറയുക, ഇറ്റ്സ് ഓക്കെ, അത് ശരിയാവും, കുറച്ച് ടൈം കൊടുക്കുക, ഇറ്റ്സ് ഓക്കെ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് അതുകൂടി ഒന്ന് നിങ്ങളോട് പറയണം എന്ന് തോന്നി. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കൂ. നമ്മുടെ പ്രശ്നം നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം മറ്റുള്ളവരിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അത് പലപ്പോഴും നമുക്ക് കൂടുതൽ സങ്കടമാണ് തരിക. സോ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതായത് ഏറ്റവും പ്രിയപ്പെട്ട വേറെ ആരോടുമല്ല. നമ്മളെപ്പോഴും കത്തൊക്കെ എഴുതുമ്പോൾ എന്താ എഴുതുക? ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും പേര് അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്, അമ്മയ്ക്ക്, സഹോദരന്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരൊക്കെ ആയിരിക്കും നമ്മൾ എഴുതുക. പക്ഷേ ഈ ബുക്ക് നമ്മളോട് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഇതുവരെ ബുക്ക് റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊന്നും പറയണം എന്ന് തോന്നി. ഞാൻ ആരോഗ്യകാര്യങ്ങളെ പറ്റിയിട്ടാണ് സാധാരണ സംസാരിക്കുക. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ മനസ്സിനും കൂടിയാണ്. ആക്ച്വലി മനസ്സിനാണ് കൂടുതൽ ആരോഗ്യം വേണ്ടത്. നിങ്ങളുടെ മനസ്സ് സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവും ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ സന്തോഷമായിട്ടിരിക്കും. പക്ഷേ
റിവേഴ്സ് മനസ്സിന് സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ശരീരത്തിന് അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് പല പല അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നും. സോ നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കി വെക്കാൻ സഹായിക്കുന്ന സംഗതികൾ കൂടി നമ്മുടെ ചികിത്സ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന സംഗതികളിൽ ഉൾപ്പെടുത്തണം, അല്ലെ? മാനസികമായിട്ടുള്ള ആരോഗ്യവും WHO നമ്മുടെ രോഗാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരോഗ്യം എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം എന്നുള്ളതാണ്. സോ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് പലപ്പോഴും പുസ്തകങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട്. സോ അങ്ങനെ എന്നെ ഒന്ന് ചിയറപ്പ് ചെയ്ത ഒരു ബുക്കാണ് ഈ പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയ് എഴുതിയ ബുക്ക്. പറ്റുന്നവർ വായിക്കുക, ഇല്ലാത്തവര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ ഇതിവൃത്തം പറഞ്ഞു, എന്തിനെ പറ്റിയിട്ടാണ് അത് സംസാരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. സോ താല്പര്യമുള്ളവർക്കൊക്കെ വായിക്കാം, ഇല്ലാത്തവർക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഇതൊന്ന് പ്രാക്ടിക്കലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് സെൽഫ് ഹഗ് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. ഒരു ഉമ്മയ്ക്ക് കൊടുത്തോളൂ സ്വന്തമായിട്ട്, എന്താ കുഴപ്പം? വേറൊരാൾ നമുക്ക് ഉമ്മ തരണം എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റണം. അത് പറ്റും. ഇത് വെറുതെ പറയുന്ന എന്താ പറയുക ഫിലോസഫി ഒന്നുമല്ല, ഇത് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയും എന്ത് പറയാനുള്ളൂ, വളരെ കുഞ്ഞൊരു കാര്യമാണ്. ഇത് റെലവെന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കാണുന്നവരെ ഷെയർ ചെയ്യുക. സോ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സ്വന്തമായിട്ട് ഏറ്റവും സ്നേഹിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് പറയണം? അതിൽ ആദ്യത്തെ നമ്പർ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ് എന്ന് പറയണം കേട്ടോ. ബാക്കിയുള്ള ലിസ്റ്റ് വന്നോട്ടെ, നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിൽ സ്നേഹിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ ആ ലിസ്റ്റിൽ ആദ്യത്തെ പേരായിട്ട് വരേണ്ടത് നമ്മുടെ സ്വന്തം പേരാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നിങ്ങൾ സഹാനുഭൂതി കാണിക്കേണ്ടതും സന്തോഷം കാണിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സിമ്പതൈസ് ചെയ്യേണ്ടതും എംപതൈസ് ചെയ്യേണ്ടതും എല്ലാം ആരോടാണ്? ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടതും ഏറ്റവും കൂടുതൽ കരുണയും ദയയും കാണിക്കേണ്ടതും ആരോടാണ്? സ്വന്തമാണ് കേട്ടോ. നിങ്ങളത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് വേറൊരാൾ കാണിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഓക്കെ, സോ എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം. താങ്ക് യു.